എന്താ സുഖം നിനക്ക് എന്തോണ്ടാ? സുഖം ചേച്ചി, കാരണം ഞാനിപ്പോ സൂപ്പറായിട്ടുണ്ട്. ഞാനിപ്പോ ഇത്തിരി ഫോളോസിനെ കിട്ടി ചേച്ചി കാരണം. താങ്ക് യു. സുഖമാണോ? വന്നത് എനിക്കൊരു ചോദ്യം ചോദിക്കുന്നതായോ? എത്ര നിന്നെ കാണാൻ വേണ്ടി എത്ര നേരം താങ്ക് യു. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? സുമേഷിന്റെ കഥ ചേച്ചി കേട്ടിട്ടുണ്ടോ? സുമേഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ചാത്തനുണ്ടായിരുന്നേ. ഒരു ദിവസം സുമേഷ് ഇങ്ങനെ നടന്നു പോയപ്പോൾ, ഒരു വൈക്കൂടെ നടന്നു പോയപ്പോ ഒരു 500 രൂപയും ഒരു നെയ്യപ്പം കിടക്കുന്ന കണ്ടു. സുമേഷ് എന്തോ ചെയ്യുന്നറിയോ? ആ പൊത്തണില്ല നെയ്യപ്പം എടുത്തോണ്ട് അങ്ങ് പോയി. അതെന്തുകൊണ്ടാ? 500 രൂപയും നെയ്യപ്പോ ആരെ കിടക്കുന്ന കണ്ടു. എന്നിട്ട് സുമേഷ് നെയ്യപ്പം മാത്രം എടുത്തോണ്ട് പോയെന്ന്. സുമേഷ് ഒരു പട്ടിയായിരിക്കും. അല്ല, കാക്കയായിരിക്കും. അതെ കാക്ക. അത് കേട്ടിട്ടുണ്ടോ? അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചിത്തു. ആ കാക്ക സുമേഷായിരുന്നു. എന്നാ വേറൊരു ചോദ്യം ചോദിക്കട്ടെ? നമ്മുടെ കുയില് കൂ കൂ കൂന്ന് പാടുമല്ലോ, കാക്ക എന്താ കൂ കൂ കൂന്ന് പാടാത്ത? അല്ല, കൂ കൂ കൂന്ന് പാടും. എന്താ പാടാത്ത? അല്ല പറയട്ടെ, ആ സുമേഷിന്റെ വൈ നെയ്യപ്പ് ഇരിക്കുമല്ലോ, പിന്നെ എങ്ങനെ അവൻ പാടും? എന്താ വേറൊരു ചോദ്യം ചോദിക്കട്ടെ? ഒരു കടലിന്റെ അടുത്ത് ഒരു മുക്കുവൻ താമസിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ വീട്ടിൽ വൈഫ് എപ്പോഴും അധിക. അപ്പൊ ഒരു ദിവസം വൈഫ് പറഞ്ഞാൽ, ദുസ്താ നീ പോയി വീട്ടിലേക്ക് അരി റേഷൻ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. എങ്ങനെയും പോയി മേടിച്ചോണ്ട് വരാം. അപ്പൊ മുക്കുവൻ എന്താ ചെയ്യുന്നവരോ, വല എടുത്തോണ്ട് പോയി കടലിൽ എറിയാൻ പോയി. വല വീശി, പക്ഷെ ഒരു മീനെ പോലും കിട്ടിയില്ല. എന്തുകൊണ്ട്? അല്ല, പുല്ലിത് പുല്ലിത്താ പറ. പക്ഷെ പൈസ വേണ്ടായോ? അവൻ മീനെ പിരിച്ച് പൈസ ഒപ്പിച്ച് പോകാൻ വേണ്ടി ഇരുന്ന. പക്ഷെ വലയിത്തിട്ട് മീനൊന്നും കിട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും പറയട്ടെ? ആ സുമേഷ് കൊണ്ട് നെയ്യപ്പ എവിടെ ഇട്ടത്? അപ്പൊ നെയ്യ് മൊത്തം ആയപ്പോ മീനെ കിട്ടിയില്ല. ഇനി എന്താ കഥ ഒന്നുകൂടെ? പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോളേ ഈ മുക്കുവിന്റെ വീട്ടില് അരിയും സാധനമായിട്ട് മുക്കുവൻ കേറി വന്നേ. അതെങ്ങനെ? മീനെ കിട്ടിയില്ല, പക്ഷെ മുക്കുവൻ വീട്ടിൽ വന്നു. എങ്ങനെ? അരിയൊക്കെ മേടിച്ചോണ്ട്? അല്ല, സിമ്പിളായിട്ട് മേടിച്ചോണ്ട് വന്നു പുള്ളി. പറയട്ടെ, അവിടെ ഒരു 500 രൂപ കിടപ്പില്ലായിരുന്നോ നെയ്യപ്പത്തിന്റെ കൂടെ? അതെടുത്തോണ്ട് വന്നു. എങ്ങനെ? അതന്നെ